എൽദോസ് കുന്നപ്പള്ളി മാധ്യമങ്ങളെ കടന്നു തത്സമയം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയതാണ് 30ാമത്തെ വയസ്സിൽ. 2 ടൈം പ്രസ്ഥാനം എന്നെ MLA ആക്കിയിട്ടുണ്ട്. പാർട്ടി കേസുണ്ടെങ്കിലും ഇല്ലെങ്കിലും മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ മാറി നിൽക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് ഞാൻ. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ്. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. പാർട്ടിയിൽ തീർച്ചയായിട്ടും പ്രവർത്തിക്കാൻ ഒരവസരം കിട്ടി എന്നുള്ളത് തന്നെ വലിയ കാര്യമല്ലേ. അതുകൊണ്ട് ഒരനീതിയും പാർട്ടി എന്നോട് ചെയ്തിട്ടില്ല. നേതാക്കന്മാർ സംസാരിച്ചതനുസരിച്ചിട്ട് എനിക്ക് സീറ്റ് നിഷേധിച്ചാലും എനിക്ക് എൻ്റെ പാർട്ടി തന്നെയാണ് വലുത്. അതുമാത്രമല്ല, ഞാൻ നിന്ന സ്ഥലത്ത് വലിയ ലീഡോടുകൂടി എൻ്റെ സുഹൃത്തിന് ജയിക്കാനും പറ്റി. എന്നെപ്പോലെ തന്നെ പാർട്ടിയിൽ ഒരുമിച്ച് നിന്നിട്ടുള്ള എൻ്റെ സുഹൃത്ത് മനോജ് മൂത്തേടനാണ് അവിടെ MLA ആയത്. അതും എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ കേസ് കാരണമാണോ പാർട്ടി സീറ്റ് നിഷേധിക്കപ്പെട്ടത്? അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? താങ്കളുടെ തോന്നലാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ എന്തായാലും കുറ്റവിമുക്തനാക്കി സ്വാഭാവികമായിട്ട് പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങൾ വരും. അതിലേക്കൊക്കെ പാർട്ടി പരിഗണിക്കുമെന്നൊരു വിശ്വാസമുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നതല്ലേ നല്ലത്. ഞാനൊരു വിശ്വാസിയാണ്. ആത്മവിശ്വാസമുണ്ട്, വിശ്വാസമുണ്ട്. പാർട്ടി എന്നെ പരിഗണിക്കും എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. എനിക്കെൻ്റെ നേതാക്കന്മാരിൽ വിശ്വാസമുണ്ട്. എനിക്ക് എന്നിലുണ്ട് വിശ്വാസം. ഇപ്പോൾ നിങ്ങളിലും വിശ്വാസമായി. പോരെ. താങ്ക് യു. എൽദോസ് കുന്നപ്പള്ളി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇന്ന് എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ കേസിൽ അദ്ദേഹത്തിന് അനുകൂലമായി ഈ കോടതി വിധി വന്നിരുന്നു. അദ്ദേഹത്തെ വെറുതെ വിട്ടിരുന്നു. പരാതിക്കാരി മൊഴിമാറ്റിയ സാഹചര്യത്തിലാണ് നടപടി. ഇപ്പം ഈ പ്രശ്നത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് സീറ്റടക്കം നിഷേധിക്കപ്പെട്ടത് ഇത്തവണ. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു എൽദോസ് കുന്നപ്പള്ളി. പാർട്ടിയെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നുകൂടി അവസാനം കൂട്ടിച്ചേർത്തു. മറ്റു വാർത്തകളിലേക്ക് നമ്മൾ പോയാൽ